ഒരിക്കൽ ഒരു ബിസിനസ്മാനായിട്ടുള്ള സർദാർജി കേരളത്തിൽ വന്നു. അപ്പോൾ പുള്ളി ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അപ്പുറത്തെ ടേബിളിലിരിക്കുന്ന ഒരാൾ പൊറോട്ടയും ഒരു 2 പൊറോട്ട ഒരു പ്ലേറ്റിലുണ്ട്, സൈഡിലൊരു ചെറിയൊരു കാലി പ്ലേറ്റും ഉണ്ട്. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പൊറോട്ടയുടെ ഒരു ചെറിയ കഷ്ണം മുറിച്ചിട്ട് ആ കാലി പ്ലേറ്റിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് കഴിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ സർദാർജിക്ക് ഭയങ്കര കൗതുകം തോന്നി. സർദാർജി കുറച്ച് നേരം ഇയാൾ ഇങ്ങനെ പൊറോട്ട ഒരു കഷ്ണം എടുക്കുന്നു, കാലി പ്ലേറ്റിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നു, ഇങ്ങനെ കഴിക്കുന്നു. അപ്പം കൗതുകത്തോടെ സർദാർജി വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ കാലി പ്ലേറ്റിൽ കഴിക്കുന്നതെന്ന്. പറഞ്ഞു, സാർ എനിക്ക് 2 പൊറോട്ട മേടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ 2 പൊറോട്ട വാങ്ങിച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താ ഈ കാലി പ്ലേറ്റ്? അല്ല സാർ, അത് ഞാൻ സാമ്പാറാണെന്ന് കരുതിയിട്ട് മുക്കി അതിൽ കഴിക്കാമെന്ന് പറഞ്ഞു. ഈ സർദാർജി ഉണ്ടല്ലോ, ആ പാവപ്പെട്ട മനുഷ്യന് ഒറ്റ അടി കൊടുത്തിട്ട് അയാളോട് ചോദിച്ചു, എടാ എന്തായാലും നീ മുക്കി കഴിക്കല്ലേ, എന്നാൽ പിന്നെ നിനക്കതൊരു ചിക്കൻ കറിയാണെന്ന് കരുതി ലാവിഷായിട്ട് മുക്കി കഴിച്ചൂടെ എന്ന് ചോദിച്ചു. ദ എമൗണ്ട് ഓഫ് മൈൻഡ് സെറ്റ് വി ആർ ഹാവിങ് ഇസ് സംതിങ് ലൈക്ക് ദാറ്റ്. ഇതുപോലെയാണ് ഈ കഥ. എനിക്ക് എപ്പോഴും ഭയങ്കര ചിരി വരും, എനിക്ക് എപ്പോഴും ഭയങ്കര രസകരമായിട്ട് തോന്നും. നമ്മുടെ മൈൻഡ് സെറ്റിനെ വളരെയധികം, എന്തായാലും അയാൾ അതിനകത്ത് 2 പൊറോട്ട മേടിക്കാനുള്ള പൈസയേ ഉള്ളൂ, അയാൾ അതിനകത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ അത് ചിക്കൻ കറിയാണെന്ന് കരുതിയിട്ട് മുക്കി ടേസ്റ്റോടു കൂടി കഴിച്ചൂടെ എന്നാണ് അയാൾ പറഞ്ഞത്. സോ നമുക്ക് ഇതുപോലെയാണ്, നമുക്ക് വിശാലമായി ചിന്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കാറില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, അതൊരു എക്സ്പെൻസീവ് സ്പ്രേ ഉപയോഗിക്കണം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യുമ്പം നമുക്ക് തോന്നും, അയ്യോ പെട്ടെന്ന് തീർന്നു പോകുമല്ലോ. ഈവൻ ചെറിയ ഭക്ഷണങ്ങളായാൽ പോലും നോക്കിക്കോട്ടെ, പാക്കറ്റിൽ എന്തെങ്കിലും ഒരു സാധനം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങി, അല്ലെങ്കിൽ നല്ല പ്ലേറ്റുകൾ വാങ്ങിയാൽ പോലും, നല്ല സെറാമിക് പ്ലേറ്റുകൾ വരെ വാങ്ങിയാൽ പോലും നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ എടുക്കാന്നുള്ളത്. നമ്മളാടോ ഇവിടുത്തെ ഗസ്റ്റ്? ഞാനൊക്കെ ആ സെറാമിക് പ്ലേറ്റിൽ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മളാടോ ഇവിടുത്തെ ഏറ്റവും ബിലവഡായിട്ടുള്ള ഗസ്റ്റ്? നമുക്ക് ആ സെറാമിക് പ്ലേറ്റിൽ നമ്മൾ തന്നെ വിളമ്പി നമ്മൾ തന്നെ കഴിക്കണം. നമുക്ക് തന്നെ ലക്ഷറി നമുക്ക് ഫീൽ ചെയ്യണം. നമുക്കുള്ള സാഹചര്യങ്ങൾ വെച്ച് മതി. പക്ഷേ മൈൻഡ് അങ്ങോട്ട് ഓപ്പൺ ആകാൻ നമ്മളെ സമ്മതിക്കാറില്ല. സോ വെരി ഫസ്റ്റ് തിങ്, ഉള്ളിൽ പണബോധം ഉണ്ടാവണം. പണം സൃഷ്ടിക്കണമെങ്കിൽ പണബോധം. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് പണബോധം ഉണ്ടാവേണ്ടതെന്ന് അറിയാമോ? അതായത് നമ്മൾ ഇപ്പം എറണാകുളത്ത് നിന്ന് ഹൈവേയിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന വെച്ചു. അപ്പോൾ കുറച്ച് ഭാഗം എത്തി കഴിയുമ്പോഴത്തേക്ക് റോഡിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ വരിയായിട്ട് ഒരുപാട് കാണും. നമ്മളാണെങ്കിലും ഏറ്റവും കൂടുതൽ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോയി വണ്ടി കയറ്റും. നമ്മൾ അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറാണ്. അതിന് തൊട്ടപ്പുറത്ത് പാർക്കിംഗ് സ്പേസ് ഒക്കെ അല്ലേ, വലിയ തിരക്കൊന്നും ഇല്ലാത്ത റെസ്റ്റോറൻറ്റ് കാണും. പക്ഷെ നമ്മൾ നേരെ ചെന്നിട്ട് ഈ പാർക്കിംഗ് ഒക്കെ നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് തിരക്കുള്ള റെസ്റ്റോറൻറ്റിലോട്ട് കയറത്തുള്ളൂ. എന്തുകൊണ്ടാണ് അറിയാമോ? എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ വന്നു ചേരത്തുള്ളൂ. എന്താണോ ഉള്ളത് അതേ വന്നു ചേരത്തുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ സ്കേഴ്സിറ്റിയുടെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ, ഇല്ലായ്മയുടെ ചിന്താഗതിയാണെങ്കിൽ, ഇല്ലായ്മയുടെ ബോധമാണ് ഉള്ളതെങ്കിൽ അതേ വരുള്ളൂ. മറിച്ച് അബണ്ടൻസിൻ്റെ, പണബോധത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ധനത്തിൻ്റെ, സമ്പത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ ഒക്കെ ഒരു റിലേഷൻഷിപ്പിൻ്റെ, സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു അബണ്ടൻസിൻ്റെ ഫീലിംഗ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കാര്യങ്ങൾ വരും, ഉറപ്പായിട്ടും വരും. ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് വർക്കൗട്ട് ആകുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, എടുക്കണം. ഉള്ളിലെ ബോധം. ഇന്നലെ പോലും ഞാൻ പറഞ്ഞത്, ആ സ്പ്രേ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അയ്യോ ഇത് തീർന്നു പോകുമല്ലോ എന്നുള്ളൊരു നെഞ്ചിടിപ്പോട് കൂടി ഉപയോഗിക്കാതെ, ഓക്കെ ഇതെനിക്ക് കിട്ടിയല്ലോ, തീർന്നു പോയിക്കോട്ടെ, ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കൂ എന്ന ചിന്തയോടുകൂടി വേണം. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2 രൂപയ്ക്ക് ഈ കൂൾ ഡ്രിങ്ക്സും 3 രൂപയ്ക്ക് പപ്സും കിട്ടുമായിരുന്നു. അതായത് 5 രൂപ മതി ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക് കഴിക്കാൻ. അത് സഫിഷ്യൻ്റാണ്. അന്ന് എനിക്കത് അഫോർഡബിൾ ആയിരുന്നില്ല. ഇന്ന് അങ്ങനത്തെ ഒരു 1,00,000 പേർക്ക് വേണമെങ്കിലും മേടിച്ചു കൊടുക്കാനുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയർന്നു. ദാറ്റ് ഈസ്, അന്ന് നമുക്കതൊരു വലിയ പ്രശ്നമായിരുന്നു. ഇന്ന് അതൊരു പ്രശ്നമേ അല്ല. ബിക്കോസ് നമ്മൾ ആ പ്രോബ്ലത്തിനെ അല്ല സോൾവ് ചെയ്തത്, നമ്മൾ ഇവോൾവായി. ഡോണ്ട് സോൾവ് ദ പ്രോബ്ലം, ട്രൈ ടു ഇവോൾവ്. നമ്മൾ ഇവോൾവ് ആകണം, നമ്മൾ വളരണം, വളരാൻ സാധിക്കണം. മനസ്സിലായില്ലേ? അതായത് ഇന്ന് പല കാര്യങ്ങളും നമുക്ക് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നെങ്കിലും അത് എക്സ്പെൻസീവ് ആയിട്ടല്ല, നമ്മൾ ഇനിയും വളരാനിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ധാരണ. എനിക്ക് അന്ന് 2 രൂപയുടെ കൂൾ ഡ്രിങ്ക്സും 3 രൂപയുടെ പപ്സും വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ഇന്ന് ഞാൻ വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് എക്സ്പെൻസീവ് അല്ല. ഓക്കെ, ഞാനൊരു ഉദാഹരണം, എൻ്റെ ലൈഫിൽ നിന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞാണ്.
സോ എപ്പോഴും നമ്മുടെ ഉള്ളിലെ ആ ബോധം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ഹൈവേയിലൂടെ വണ്ടി ഓടിച്ച് ചെന്ന് കഴിഞ്ഞ് നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി വണ്ടി അവിടെ ഇട്ടു. നമ്മളവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ വളരെ നല്ല സെർവായിരുന്നു. വളരെ നല്ല രീതിയിൽ നമ്മളെ സർവീസ് പ്രൊവൈഡ് ചെയ്തു. അപ്പം നമ്മൾ ടിപ്പ് കൊടുക്കും അല്ലേ? അപ്പം അയാൾ വന്നു, നമ്മുടെ വെയിറ്റർ വന്നിട്ട് ഇങ്ങനെ പേയ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അയാൾക്ക് ടിപ്പ് കൊടുത്തു. അയാൾ വളരെ സന്തോഷത്തോടെ സാർ താങ്ക് യു, നല്ല രീതിയിൽ നമ്മളോടൊരു നന്ദിയോട് കൂടി പറയുമ്പോഴത്തേക്കും നമ്മൾ മേ ബി കുറച്ചും കൂടെ ഒരു 10-500 രൂപയും കൂടെ ടിപ്പ് ചിലപ്പോൾ കൊടുത്തെന്ന് വരും. മറിച്ച് നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരാളിങ്ങനെ വന്നിട്ട് സാർ ഒന്നുമില്ലേ സാർ, ടിപ്പ് എന്തെങ്കിലും അങ്ങനെ ചോദിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ തോന്നും. നമ്മൾ ചിലപ്പോൾ ഒരു 50 രൂപ കൊടുത്ത് ഒഴിവാക്കി വിടും അല്ലേ? പക്ഷേ വളരെ റിലാക്സ്ഡ് ആയിട്ട് സ്വന്തം കർമ്മം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന, വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന, നമ്മളെ നല്ലൊരു പോസിറ്റീവ് ഫീല് തരുന്ന ഒരു വെയിറ്റർക്ക് ചിലപ്പോൾ നമ്മൾ 10-500 രൂപ ടിപ്പ് കൊടുത്തു എന്ന് വരും. സോ ആദ്യത്തെ വെയിറ്റർ സന്തോഷത്തോടുകൂടി നമുക്ക് സെർവ് ചെയ്യുന്ന, നമ്മളോട് ഇങ്ങോട്ടൊരു പോസിറ്റീവ് ഇമോഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഒരാൾക്ക് ചിലപ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് അങ്ങോട്ട് കൊടുക്കും അല്ലേ? അതുപോലെയാണ് യൂണിവേഴ്സും. നമ്മൾ പോസിറ്റീവ് ഇമോഷനോടുകൂടിയാണ് പണത്തിനെ ചിലവാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്തിനേയും അപ്രോച്ച് ചെയ്യുന്നെങ്കിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ വെയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നമ്മളോടിങ്ങനെ ഒരു ഡെസ്പറേഷൻ, സാർ എന്തെങ്കിലും ഇല്ലേ, തലയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ചോദിക്കും. നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യും. ഉള്ളത് എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കി വിടും. ദ എനർജി ഫ്ലോസ് ദ സെയിം എവരിവെയർ. നിങ്ങൾ ആ വെയിറ്ററിന് കൊടുത്ത പോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും കിട്ടുക. നിങ്ങളുടെ സർവീസ് അതിമനോഹരമായിട്ട് കൊടുത്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നല്ലൊരു ഇമോഷൻ, നല്ലൊരു ഫീല് ക്രിയേറ്റ് ചെയ്തേ, നിങ്ങൾ ചോദിക്കുന്നതിലും കൂടുതൽ പണം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് ഞാനീ പറയുന്നത്. സോ മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് ബോധമാണ്, എന്ത് വികാരമാണ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. പണം ചിലവാക്കുമ്പോൾ അസ്വസ്ഥതയാണോ, അയ്യോ ഈ പൈസ പോയി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും, ഇനി പൈസ വരത്തില്ല, അതായത് ഈ പൈസ പോയി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? എവിടെയോ നമുക്ക് തോന്നുകയാണ് ഓക്കെ എൻ്റെ കപ്പാസിറ്റി ഇത്രയൊക്കെ ഉള്ളൂ, എനിക്ക് ഇനിയും പണം വരാനുള്ള സാധ്യതയില്ല. ദാറ്റ് ഈസ് എ ലോ ഫ്രീക്വൻസി. മറിച്ച് നമ്മൾ പണം ചിലവാക്കുന്നത് നമുക്കറിയാം, ഓക്കെ എന്നിലേക്ക് വരും, ഞാൻ പണിയെടുക്കുന്നുണ്ട്, എനിക്ക് സാധ്യതകളുണ്ട് എന്നൊരു ചിന്തയാണ് ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാൻ നമുക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നും. ഇഫ് യു ഫൗണ്ട് ഔട്ട് ഓഫ് ട്രാക്ക്, കീപ് ട്രാക്കിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പണമായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ ഔട്ട് ഓഫ് ട്രാക്കിലാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ലൈഫിൽ ഞാൻ വ്യക്തിപരമായി ചെയ്തൊരു ഉദാഹരണം പറയാം. ഞാൻ പണബോധം ഉള്ളിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ചിന്തിച്ചത് പണത്തിനെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു ഗേൾ ഫ്രണ്ടിനെ പോലെ, എൻ്റെ ഒരു കാമുകീനെ, എൻ്റെ ഒരു പ്രണയിനിനെ പോലെ കാണാനാണ് എനിക്കിഷ്ടം. അതായത് എൻ്റെ ഡിയറസ്റ്റ് ആയിട്ടുള്ള അയാൾ എവിടെ പോകുന്നു, എപ്പോൾ വരുന്നു, ഞാൻ എത്ര സമയം അയാൾക്ക് ചിലവഴിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു ധാരണ എൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നു. അതായത് I just keep tracking the money. എൻ്റെ കയ്യിലുള്ള പണം വരുന്നതും പോകുന്നതും ഒക്കെ ഞാനിങ്ങനെ ട്രാക്ക് ചെയ്തു. അങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു മാസം 1600 രൂപയോളം എനിക്ക് എൻ്റെ ബൈക്കിന് പെട്രോൾ അടിക്കാൻ ചിലവാകുന്നുണ്ട്. 1600 രൂപ. അന്ന് വരെ ഞാൻ പെട്രോൾ പമ്പിൽ പോയിട്ട് ചേട്ടാ 300 രൂപയ്ക്ക്, ചേട്ടാ 500 രൂപയ്ക്ക്, ചേട്ടാ 100 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പെട്രോൾ അടിച്ചിരുന്നത്. പക്ഷേ എന്നാണോ ഞാൻ പണത്തിനെ ട്രാക്ക് ചെയ്ത് എനിക്ക് 1600 രൂപയുടെ പെട്രോളാണ് എനിക്ക് എല്ലാ മാസവും ചിലവെന്ന് മനസ്സിലായത്, അന്നു മുതൽ ദ വെരി നെക്സ്റ്റ് ഡേ മുതൽ ഞാൻ വണ്ടി കൊണ്ട് പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിട്ട് പറയും ചേട്ടാ ഫുൾ ടാങ്ക് അടിച്ചോളൂ എന്ന് പറയും. അതും നല്ല എന്താ പറയുക, ഈ ഒരു ഫീലോട് കൂടെ ചേട്ടാ ഫുൾ ടാങ്ക് അടിച്ചോ, ഫുൾ ടാങ്ക് എന്നൊക്കെ പറയണേ. ആ ഒരു ഫീലോട് കൂടിയാണ് ഞാൻ പറയണത്. കാരണം എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ മാസം എനിക്ക് 1500-1600 രൂപയുടെ പെട്രോൾ അടിക്കേണ്ടി വരും. എന്നാൽ പിന്നെ മാസത്തിൻ്റെ ആദ്യം തന്നെ ശമ്പളം വരുമ്പോൾ തന്നെ അതങ്ങ് അടിച്ചങ്ങിട്ടേക്കാം. ആ ഒരു ഇമോഷനോടുകൂടി, ആ ഒരു ഫീലോട് കൂടി ദാറ്റ്സ് ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് അബണ്ടൻസ് ഉണ്ട് എന്നുള്ളത്. കാരണം ഇത് ഞാൻ ഒരിക്കൽ ഒരു പെട്രോൾ പമ്പിൽ നിന്നപ്പം ഒരാൾ വന്നിട്ട് ഒരു ലക്ഷൂറിയസ് കാർ ഓണറാണ്, അത് ഡ്രൈവ് ചെയ്ത് വന്ന് ആ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് അയാൾ പറയുന്നത് ഫുൾ ടാങ്ക്. ആൻഡ് ഞാൻ കണ്ടപ്പം അത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട് ആ പൈസ. സോ ദ വേ അയാൾ എക്സ്പ്രസ് ചെയ്തത് ഞാൻ പിന്നീട് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പം സപ്പോസ് എനിക്കറിയത്തില്ല, എൻ്റെ ഒരു തലത്തിലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. പണത്തിനോടുള്ള എൻ്റെ ഒരു ഇമോഷൻ വളരെ പോസിറ്റീവായി തുടങ്ങി. സോ ഇഫ് യു ഫൗണ്ട് ഔട്ട് ഓഫ് ട്രാക്ക്, കീപ് ട്രാക്ക് ചെയ്യണം. ഞാൻ ട്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളാണ്, ആരോഗ്യമാണെങ്കിലും ശരി, റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, ധനമായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കീപ് ട്രാക്കിങ്. അപ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. പണബോധം, ആരോഗ്യബോധം, സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ബോധം,
അബണ്ടൻസിൻ്റെ ബോധം, ഈ ബോധാവസ്ഥ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യണം, പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്യണം. ആദ്യം എല്ലാ കാര്യങ്ങളും മെക്കാനിക്കലിയാണ്. അതായത് ഒരു സാറിൻ്റെ അടുത്ത് പാട്ട് പഠിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിൽ അദ്ദേഹം പാട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം സാ എന്ന് പറയുമ്പോൾ നമ്മൾ സാ എന്ന് പറയും അല്ലേ, കറക്റ്റ് ഫോളോ ചെയ്യും. അദ്ദേഹത്തിന് ഇങ്ങനെ മെക്കാനിക്കലി നമ്മൾ ഫോളോ ചെയ്യും. ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഉള്ളിൽ പണം ചിലവാക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു ബോധം, എന്തെങ്കിലും ഒന്ന് നമ്മൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഓക്കെ അത് വന്നു ചേരും, എനിക്ക് കിട്ടും എന്നുള്ള പോസിറ്റീവായിട്ടുള്ളൊരു ബോധം, ഒരു ഇമോഷനോട് കൂടി ഇരിക്കും. ആൻഡ് സീ ദ ഡിഫറൻസ്. എന്നും എപ്പോഴും എല്ലായ്പ്പോഴും ഐ വാണ്ട് യു ടു ബി ഹാപ്പി. എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണേ. ആൻഡ് ഐ വാണ്ട് യു ടു ബി ഹാപ്പി. ദാറ്റ്സ് വൈ ഐ ഓൾവേസ് ആസ്ക്, സുഖമാണോ നിങ്ങൾക്ക്, സന്തോഷമാണോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നു. ഓക്കെ, എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. എൻ്റെ ക്ലയൻസൊക്കെ പറയും, ഓരോ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ട് സംസാരിക്കുമ്പോൾ, സെഷൻസൊക്കെ കഴിയുമ്പോൾ അവർ പറയും, സാർ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല, പക്ഷേ ഐ ഫീൽ റിലാക്സ്ഡ്. എനിക്ക് റിലാക്സേഷനാണ്. ഞാനിപ്പോൾ ബോദർ ആവാറില്ല, അല്ലെങ്കിൽ എനിക്ക് അത്രയും എന്നെ ഡസ്പ് ആക്കാറില്ല, അത്രയും എന്നെ ഡൗൺ ആക്കാറില്ല. ബിക്കോസ് ദ പർപ്പസ് ഈസ് ദാറ്റ് നമ്മൾ ആ പ്രോബ്ലത്തിനെ അല്ല സോൾവ് ചെയ്യേണ്ടത്, വി ഹാവ് ടു ഇവോൾവ്. നമ്മൾ ഉയരണം, നമ്മൾക്ക് ഉയരാൻ സാധിക്കണം. നമ്മൾ മാനസികമായി ആത്മീയമായി നമ്മൾ ഉയരാൻ സാധിക്കണം. സോ നമ്മളെ പോസിറ്റീവ്ലി എൻകറേജ് ചെയ്യുന്ന, നമ്മളെ പോസിറ്റീവ്ലി പുഷ് ചെയ്യുന്ന ആളുകൾ, വ്യക്തികൾ, സാഹചര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടണം, നമ്മൾ ചെല്ലണം, ഹെൽപ്പ് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അവരുടെ സുഹൃത്ബന്ധത്തിൽ ഏർപ്പെടണം. ആൻഡ് ഇവോൾവ്. ഓക്കെ, ശരി.